ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൈക്കുവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഹൈക്കു ആണ് നോക്കാൻ പോകുന്നത്. ഒന്നും രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ഹൈക്കു ആണ്. അത് എഴുതിയിട്ടുള്ളത് കമലാൻ നിഗുർപ്പ എന്നാണ് കവിയുടെ പേര്. അപ്പം നമുക്ക് നോക്കാം. ഡൂംത്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. എന്താണ് ഇവിടെയും കവി എന്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്? ഡൂംത്തി നമ്മൾ രണ്ടാമത്തെ ഹൈക്കൂലും പഠിച്ചു. അപ്പോൾ ഇവിടെ ഡൂണ്ടന എന്ന് വെച്ചാൽ അന്വേഷിക്കുക. ബർഫീലി നഗരി മേ, ബർഫീലി എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് മൂടിയ, നല്ല മഞ്ഞുള്ള നഗരത്തിൽ അന്വേഷിക്കുകയാണ്. എന്തിനെ? നേഹ് കി ആഞ്ച്. നേഹ് എന്ന് പറയുന്നത് ഇവിടെ സ്നേഹമാണ്. അപ്പോൾ മഞ്ഞുമൂടിയ നഗരത്തിലും എന്തിനെ അന്വേഷിക്കുകയാണ്? സ്നേഹത്തെ അന്വേഷിക്കുകയാണ്. അതായത് ഇവിടെ ഡൂണ്ട്തി രഹി എന്ന് പറയുന്നത് അന്വേഷിക്കുക. അപ്പോൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് കാലങ്ങളായിട്ട് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നുള്ള രീതിക്കാണ്. ബർഫീലി നഗരിമേ, ബർഫീലി നഗരി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തണുത്ത് മരവിച്ച ഒരു ലോകത്ത്, അല്ലെങ്കിൽ തണുത്ത് മരവിച്ച് സ്വാർത്ഥരായ എന്ന അർത്ഥം കൂടെ നമുക്ക് വേണമെങ്കിൽ ആക്കാം. അതായത് ഒന്നും തന്നെ പ്രതീക്ഷിക്കണ്ട എന്നുള്ളൊരു സ്ഥലം, യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് എന്ത് വേണമെന്നാണ് പറയുന്നത്? സ്നേഹം. അപ്പം തുടർച്ചയായിട്ടുള്ള അന്വേഷണമാണ്. ഒരിക്കലും ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടില്ല എന്നുള്ള സ്ഥലത്ത് നിന്നും സ്നേഹം കിട്ടണമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ്. അപ്പോൾ നേഹിക്കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കി ഗർമി, സ്നേഹത്തിൻ്റെ ചൂടാണ്. അപ്പോൾ തണുത്തു മരവിച്ചൊരു സ്ഥലത്ത് നിന്ന് സ്നേഹത്തിൻ്റെ ചൂടാണ് ഇവിടെ തേടുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് സ്നേഹത്തിൻ്റെ ചൂട് കിട്ടണമെന്നുള്ളൊരു ആകുലത, അതാണ് ഇവിടെ പറയുന്നത്. അതായത് ചുരുക്കി ഒരു ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ്, മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സ്നേഹത്തിന് വിലയുള്ളൂ. അപ്പോൾ മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളുടെ അഭാവം, അപ്പോൾ അത്തരം അഭാവം അനുഭവിക്കുന്ന ഒരാളുടെ വേദനയാണ് ഈ ഒരു 3 വരിയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെയും ആ ഒരു ബന്ധത്തിൻ്റെയും അഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് കവിനെ പറ്റി നോക്കാം. कमलान निकुर्पा का जन्म उत्तराखंड में हुआ. विभिन्न साहित्यिक पत्रिकाओं तथा काव्य संग्रहों में हaiku संस्मरण कविताएं आदि प्रकाशित है. संप्रति केंद्रीय विद्यालय में प्राचार्य है. അതായത് കമലാൻ നികുർപ്പയുടെ ജന്മം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഡിസംബർ 5, 1967. വിഭിന്ന സാഹിത്യക പത്രപത്രികയും തഥാ കാവ്യ സംഗ്രഹമേ ഹൈക്കു സംസ്മരൺ കവിത എന്നിവയെല്ലാം അദ്ദേഹം പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതായത് പത്രപത്രികയും കാവ്യസംഗ്രഹങ്ങളും ഹൈക്കും കവിതകളും എല്ലാം തന്നെ എഴുതി പ്രകാശനം ചെയ്തിട്ടുണ്ട്. സമൃദ്ധി കേന്ദ്രീയ വിദ്യാലയയിലെ പ്രാചാര്യ കൂടിയായിരുന്നു. അപ്പം കമലാ നികുർപ്പേനെ പറ്റി ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളുടെ 3 ഹൈക്കുവും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ജിന്ദഗി കാ സഫർ, ജീവിത യാത്ര തന്നെയായിരുന്നു ഈ 3 ഹൈക്കുവിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പം ഹൈക്കു എന്താണ്? ഒന്നാമത്തെ ഹൈക്കുവിൽ എന്താ പറഞ്ഞത്? ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആയാലും അതിനെ അതിജീവിക്കാൻ സാധാരണ ജനങ്ങൾ പ്രാപ്തരാകുന്നു. ധനികരെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ആയിരുന്നില്ല. അതുപോലെ രണ്ടാമത്തതിൽ പിതാനെ ഡൂണ്ടി, എന്താണ്? പിതാവ് അന്വേഷിക്കുകയാണ് വാർദ്ധക്യത്തിലും വാർദ്ധക്യത്തിൽ ആശ്രയമാകേണ്ട ആളുകളെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അവരെ എവിടെയും കാണാനില്ല. മൂന്നാമത്തതിൽ പറയുന്നതും അതുപോലെ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്? ബർഫീലെ നഗരി, തണുത്ത നഗരത്തിലെ സ്നേഹത്തിൻ്റെ ചൂട്. അതുദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സുകൾക്കിടയിലുള്ള ആ ഒരു ബന്ധവും സ്നേഹവും എവിടെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ അഭാവത്തിൽ വേദനിക്കുന്ന ഒരാൾക്ക് പറയാനുള്ളത് ആ ഒരു കാര്യമാണ് 3ാമത്തെ ഹൈക്കുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇതിനെപ്പറ്റി ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കുമല്ലോ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ മലയാളം മീനിങ്ങും എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.